കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ സംസ്ഥാനം അതിരൂക്ഷ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7 മണി സമയം ബംഗാൾ ഉണരുന്ന സമയമാണ്. തണുപ്പ് പുതച്ച പ്രഭാതത്തിൽ കേന്ദ്ര അർദ്ധസൈനിക സേനയുടെ സാന്നിധ്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വാഹന വ്യൂഹം എത്തുകയായിരുന്നു അവിടേക്ക്. തൃണമൂൽ കോൺഗ്രസിൻ്റെ സോൾട്ട് ലേക്ക് പരിസരത്തെ രാഷ്ട്രീയ കൺസൾട്ടൻസിയുടെ IT സെൽ മീഡിയ സെല്ലിൻ്റെ ഓഫീസിന് മുന്നിലും കൊൽക്കത്തയിലെ ലൗഡൻ സ്ട്രീറ്റിലെ ജെയിനിൻ്റെ വീട്ടിലുമാണ് ED റെയ്ഡ് നടത്താൻ എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച രേഖകളും ഹാർഡ് ഡിസ്കുകളും അടക്കമുള്ള പാർട്ടിയുടെ അതീവ രഹസ്യ രേഖകൾ അടക്കം പിടിച്ചെടുത്തു എന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നുണ്ട്. ഈ കടന്നുകയറ്റത്തെ എതിർത്തുകൊണ്ട് ചീറ്റപ്പുലികളെപ്പോലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും MP മഹുവ മൊയ്ത്രയും അടക്കമുള്ള നേതാക്കൾ BJPക്ക് എതിരെ ആഞ്ഞടിച്ചു. തെരഞ്ഞെടുപ്പിൽ പോരാടാൻ ശേഷിയില്ലെങ്കിൽ ഇത്തരം കാടത്തം കൊണ്ട് ബംഗാളിൽ തൃണമൂലിനെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിയാൽ BJP കനത്ത തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നാണ് തൃണമൂലിൻ്റെ മുന്നറിയിപ്പ് വന്നത്. റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലാണ് എന്നും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുമാണ് മമത തുറന്നടിച്ചത്. 2 ദിവസം മുൻപാണ് SIR വഴി വേട്ടയാടി എതിർശബ്ദങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നോബൽ സമ്മാനം നൽകി ലോകം അംഗീകരിച്ച ധനശാസ്ത്ര വിദഗ്ധനും ഭാരതരത്ന ജേതാവുമായ ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെന്നിനെ പൗരത്വം തെളിയിക്കാൻ നോട്ടീസ് നൽകിയതും അമർത്യ ശാന്തി നികേതനിലെ വസതി ഉൾപ്പെടുന്ന ഭൂമി മെയ് 6 ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് സർവകലാശാല നേരത്തെ ഒഴിപ്പിക്കൽ നോട്ടീസ് അയച്ചതിനു പിന്നാലെയാണ് വൻ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇന്നലെ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ IT വിഭാഗം മേധാവിയും രാഷ്ട്രീയ ഉപദേശക ഏജൻസിയുമായ ഐപാക്കിൻ്റെ തലവനായ പ്രതീക് ജെയിനിൻ്റെ വീട്ടിലും ഓഫീസിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മിന്നൽ റെയ്ഡ് നടത്തിയത്. ഇതിലാണ് മഹുവ മൊയ്ത്ര അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ചത്. റെയ്ഡിനിടെ മമതാ ബാനർജി സ്ഥലത്തെത്തുകയും രംഗം ചൂട് പിടിക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് രാജ്യമൊട്ടാകെ ചുട്ടുപൊള്ളിക്കുന്ന തീയായി ആളിപ്പടർന്നു. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധത്തിൻ്റെ അഗ്നി പടർത്തി തൃണമൂൽ കോൺഗ്രസ് MPമാർ രോക്ഷം പൂണ്ടു. നോർത്ത് ബ്ലോക്കിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലെത്തി പ്രതിഷേധിച്ച മൊയ്ത്ര അടക്കമുള്ള വനിതാ നേതാക്കളെ പോലീസ് വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഡൽഹിയിൽ പ്രതിഷേധ കൊടുങ്കാറ്റ് അഗ്നി പടർത്തുമ്പോൾ അങ്ങ് ബംഗാളിൽ ഡെറിക് ഒബ്രയാൻ, സാകേത് ഗോഖലെ, സാഗരിയ ഘോഷ്, ഡോലോസൻ അടക്കമുള്ള നേതാക്കൾ BJPയുടെ കാടത്തത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചു. പശ്ചിമ ബംഗാൾ അടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പശ്ചിമ ബംഗാൾ ഫോക്കസ് ചെയ്യുകയാണ് BJP. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും BJP വൻ പരാജയത്തിൽ തകർന്നടിയുമെന്നത് കൃത്യമായി അറിയാവുന്ന BJPയുടെ നില പരിങ്ങലിൽ എത്തിപ്പെട്ടത് കൊണ്ടാണ് BJP ഇത്തരം ഗിമ്മിക്കുകൾക്കായി പുറത്തിറങ്ങുന്നത്. 14 വർഷമായി തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ പിടിച്ചടക്കുമെന്ന് പ്രഖ്യാപിച്ച് BJP യുദ്ധം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് EDയെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്രം വേട്ടക്കിറങ്ങിയത്. അതിരൂക്ഷമായ പ്രതിഷേധങ്ങളാണ് ഇതിനെതിരെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ടത്. ഇത് ജനാധിപത്യത്തിൻ്റെ മരണത്തെയാണ് കാണിക്കുന്നത് എന്നാണ് തൻ്റെ നേതാവായ മമതാ ബാനർജിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് മഹുവ മൊയ്ത്ര BJPക്കെതിരെ തുറന്നടിച്ചത്. പാർട്ടിയുടെ തന്ത്രപ്രധാനമായ തെരഞ്ഞെടുപ്പ് നീക്കങ്ങളെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ഈ റെയ്ഡ് BJPയുടെ ജനാധിപത്യ ധ്വംസനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പ്രതികരിച്ചത്. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിൽ BJPക്ക് മരുന്നിന് പോലും ജയം കണ്ടെത്താൻ കഴിയില്ല എന്നതും തൃണമൂൽ കോൺഗ്രസിൻ്റെ കോട്ടയിൽ നുഴഞ്ഞു കയറാൻ കഴിയില്ല എന്നതും അറിയുന്ന മോദി മതപ്പാടിളകിയ കാട്ടാനയുടെ ക്രൗര്യത്തോടെ കാടടച്ച് നടത്തുന്ന താണ്ഡവമാണ് ഇതെന്ന് തൃണമൂൽ പറഞ്ഞു. BJP ബംഗാൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിത നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന SIR 1 കോടി കടുപ്പിച്ച വോട്ടർമാരെയാണ് ഇപ്പോൾ വെട്ടിമാറ്റിയിട്ടുള്ളത്. ഇത് തൃണമൂലിൻ്റെ വോട്ട് ബാങ്കിനെ രൂക്ഷമായി ബാധിക്കുന്ന സാഹചര്യമാണ്. 2021 അവസാനമായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 60 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ഈ 60 ലക്ഷം അധികമായി നേടിക്കൊണ്ടാണ് മമതാ ബാനർജി പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് 1 കോടി വോട്ടർമാരെ പുറത്താക്കിയിരിക്കുന്നത് SIR വഴി. ഇതിലൂടെ BJP ലക്ഷ്യമിടുന്ന പിടിച്ചടക്കൽ നയം ഒരു കാരണവശാലും ബീഹാറിനെ പോലെ ബംഗാളിൽ അനുവദിക്കില്ല എന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. അർഹരായ ഒരാളെയെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്താൽ
മോദി ഭരണത്തിൻ്റെ അവസാനമായിരിക്കുമെന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ താക്കീത് മോദിക്ക് വെല്ലുവിളി തീർത്തിരുന്നു. ദീദിയുടെ പാളയത്തിൽ കയറി വേട്ടയ്ക്ക് മുതിർന്നാൽ അതേത് അധികാരത്തിൻ്റെ അഗ്നി പടർത്തുന്ന വ്യാഘ്രമാണെങ്കിലും അതിനെ ചവിട്ടി അമർത്താൻ മമതാ ബാനർജിക്ക് തെല്ലും ഭയമില്ല എന്നത് മോദിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് മോദിയും അമിത്ഷായും അമാന്തത്തോടെ പടിക്ക് പുറത്തുനിന്നും ഇത്തരം പകപോക്കലിന് ഇറങ്ങുന്നത്. ബംഗാളിലെ പാടങ്ങളിൽ വീശുന്ന കാറ്റിനിപ്പോൾ രാഷ്ട്രീയ ചൂട് കനപ്പെട്ട് കഴിഞ്ഞു. അവിടെ BJP വർഗീയത വിതയ്ക്കാൻ തുനിഞ്ഞിറങ്ങിയത് മമത തകർത്തു കളഞ്ഞു. ഇനി BJPയുടെ ഒരു ചതിക്കുഴികളും വില പോവില്ല. പക്ഷേ കേന്ദ്രാധികാരത്തിൻ്റെ പിൻബലത്തിൽ ഏജൻസികളെ കൊണ്ട് വേട്ടയുടെ ക്രൗരത്തിൽ തൃണമൂലിന് മൂക്ക് കയറിടാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒന്നോർക്കുക, ദീദിയും മഹുവയും ബംഗാൾ ചീറ്റപ്പുലികൾ തന്നെയാണ്. ബംഗാൾ പാടങ്ങളിലും ബംഗാൾ ഗ്രാമവീഥികളിലും നഗരപ്രാന്തങ്ങളിലും അലയടിക്കുന്നത് ദീദി മന്ത്രണമാണ്. അതിനെ മായ്ച്ചു കളയാൻ ഒരു സംഘപരിവാർ ശക്തികളുടെ കടന്നുകയറ്റത്തിനും കഴിയില്ല. ബംഗാൾ പിടിച്ചടക്കാൻ ശ്രമിച്ചാൽ തൃണമൂൽ കാലാൾപ്പടയുടെ മൂർച്ഛയിൽ BJP ഛിന്ന ഭിന്നമാകും. കൊടുങ്കാറ്റുകൾ രൂപമെടുക്കും. ഡൽഹിയിൽ മഹുവ മൊയ്ത്ര പടർത്തിയ ചുഴലിക്കാറ്റ് ആഭ്യന്തര മന്ത്രാലയത്തെ ചുഴറ്റിയെങ്കിൽ നാളെ അത് കേന്ദ്ര ഭരണത്തെ കടപുഴക്കും. തൃണമൂലിൻ്റെ വാക്കിൽ തീയും ചുഴലിയും കൊടുങ്കാറ്റും തടുക്കാൻ BJPയുടെ അധികാര കോട്ട കൊത്തളങ്ങൾക്ക് കഴിയാതെ വരും. നേരായ മാർഗത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ നേർക്കുനേർ പോരാടാൻ കഴിയാത്ത BJP അധർമായുധങ്ങൾ പുറത്തെടുത്താൽ ഭസ്മാസുരൻ്റെ തീവ്രായുധങ്ങളുമായി ബംഗാളിൽ തിരിച്ചടിക്കും മമത. അത് മോദിയുടെ പതനമായിരിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇനിയുള്ള നാളുകൾ മോദിക്ക് അഗ്നിപരീക്ഷകളുടെ ചുട്ടുപഴുത്ത കാലങ്ങളാകും വരാൻ പോകുന്നത്. രാജ്യം ധർമ്മനീതിക്ക് വേണ്ടി ഒരുമിക്കുകയാണ്. അത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തും. അത് BJPയുടെ ചതിയുടെ രാഷ്ട്രീയത്തെ തച്ചുടയ്ക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.